യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നു മുതൽ തിരുസഭയിൽ ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള 25 നോമ്പ് ആരംഭിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഈ നോമ്പ് എടുക്കണം. വളരെ ചിട്ടയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ, പാപകരമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉപേക്ഷിക്കുക, ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ത്യജിക്കുക. അങ്ങനെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ഈ ക്രിസ്തുമസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ അടുത്ത് വളരെ തിരക്കുള്ള ഒരു കടയിൽ ഞാൻ കയറിയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ അവിടെ അല്പസമയം ഒഴിവ് കിട്ടിയപ്പോൾ ദൈവവചനം വായിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിങ്ങനെ എന്നും ചെയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. രണ്ടാമതായിട്ട് എന്നൊരു ജപമാല ചൊല്ലും. മൂന്നാമതായിട്ട് മിനിമം 2 അധ്യായം ഞാൻ ദൈവവചനം എന്നും വായിക്കും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി തിരക്കുള്ളൊരു വ്യക്തിയാണ്. എങ്കിൽ കൂടെ അദ്ദേഹം ജീവിതത്തിലെടുത്ത ശക്തമായ തീരുമാനം, അത് ആ തിരക്കിനിടയിൽ അല്പസമയം ഒഴിവ് കിട്ടുമ്പോൾ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത. പ്രിയപ്പെട്ടവരെ, 25 ദിവസം നമുക്ക് അങ്ങനെയും ഒരു പ്രതിജ്ഞ എടുക്കുന്നത് നല്ലതാണ്. ഏത് പ്രാർത്ഥനയാണോ നമ്മൾ ചെല്ലുന്നത്, ചിട്ടയോടുകൂടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അതുപോലെ തന്നെ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഇറച്ചി, മുട്ട, മീൻ അങ്ങനെ തുടങ്ങി പല ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നോമ്പെടുക്കുന്നവരുണ്ട്. പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന്, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ നിന്നൊക്കെ ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. അങ്ങനെ പലതരത്തിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലൊക്കെ നമുക്ക് നോമ്പെടുത്ത് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കാം. കൊച്ചുകുട്ടികളൊക്കെ ഉണ്ണീശോയ്ക്ക് പല കാര്യങ്ങൾ ത്യാഗങ്ങളിലൂടെ ഒരുക്കുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്മസിന് ഈശോ യോഗ്യതയോടെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് നമുക്ക് നന്നായിട്ട് ഒരുക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ ഈ 25 നോമ്പെടുക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ 25 നോമ്പിലൂടെ ഈശോയെ കൂടുതൽ യോഗ്യതയോടെ ഞങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.